കഴുകനെ തുരത്താൻ ധൈര്യം കാണിക്കുന്ന ഒരേ ഒരു പക്ഷി ടോങ്കോ മാത്രമാണ്. അത് കഴുകൻ്റെ പുറകിലിരുന്ന് കഴുത്തിൽ കൊത്തുന്നു. എന്നിരുന്നാലും കഴുകൻ പ്രതികരിക്കുകയോ ടോങ്കോയുമായി യുദ്ധം ചെയ്യുകയോ അതല്ലെങ്കിൽ മൽപ്പിടുത്തത്തിന് നിൽക്കുകയില്ല. കഴുകൻ ഡോങ്കിൻ്റെ ഒപ്പം സമയവും ഊർജവും കളയില്ല. കഴുകൻ ചിറകുകൾ തുറന്ന് ആകാശത്തേക്ക് പറക്കുന്നു. ഉയരത്തിൽ ഡോങ്കോയ്ക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്സിജന്റെ അഭാവത്തിൽ ഡോങ്കോ തളർന്ന് താഴേക്ക് വീഴുന്നു. എല്ലാ യുദ്ധങ്ങൾക്കും നമ്മൾ പ്രതികരിക്കേണ്ടതില്ല. എല്ലാ വിമർശനങ്ങൾക്കും പ്രതികൂല സാഹചര്യങ്ങൾക്കും പ്രതികരിക്കേണ്ടതോ മറുപടി നൽകേണ്ടതുമില്ല. നമ്മുടെ പോരാട്ടം ഈ ലോകത്തിലെ ശക്തികളോടല്ല. നമ്മുടെ പോരാട്ടം വിവേകപൂർവ്വം തിരഞ്ഞെടുക്കേണ്ടതാണ്. നമ്മുടെ നിലവാരം പുലർത്തുക. നിസ്സാര തർക്കങ്ങൾ നടത്തി നമ്മുടെ ശ്രേഷ്ഠത നാം കളയരുത്. ശത്രുക്കളുമായി നമ്മുടെ സമയം പാഴാക്കരുത്. അവയെ നമ്മുടെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുക. അവ അവിടെ വെച്ച് സ്വാഭാവികമായും മടങ്ങിപ്പോയിക്കൊള്ളും. ശത്രുക്കളുടെ മുതുകിലിരുന്ന് കഴുത്തിൽ കടിച്ചേക്കാം. എന്നാൽ ഓർക്കുക, കാലം എല്ലാവർക്കും അവസരങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെ ഉയർന്ന ഉദ്ദേശം, നമ്മുടെ ഉദാത്തമായ ലക്ഷ്യം നമ്മെ ഉയരത്തിലേക്ക് കൊണ്ടുപോകട്ടെ. അവിടെ ശത്രുക്കൾക്ക് നമ്മെ ബുദ്ധിമുട്ടിക്കുന്നതും ബുദ്ധിമുട്ടാകും. നമ്മൾ ആരെയും ചെറുതാക്കാൻ സമയം ചെലവാക്കേണ്ടതില്ല. നമ്മൾ സ്വയം വലുതാവുക. കരുത്തോടെ കരുതലോടെ കഴുകിനെ പോലെ മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് മുമ്പിൽ ക്രിസ്തു അവതരിപ്പിക്കുന്ന പാഠം ഇമ്പോസിബിളായി നമുക്ക് തോന്നാം. ഇതെല്ലാം നമുക്ക് കഴിയുമോ എന്ന് നമ്മൾ സംശയിക്കാം. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മനുഷ്യൻ്റെ പടിപടിയായുള്ള ഉയർച്ചയാണ് കർത്താവ് ലക്ഷ്യമിടുന്നത്. ആദ്യം അവൻ നമ്മളോട് പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുക. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല, കാരണം അവൻ എല്ലാത്തിൻ്റെയും ഉടയവനാണ്. പിന്നീട് അവൻ പറയുന്നു, നിന്റെ അയൽക്കാരെ സ്നേഹിക്കാൻ. അത് എളുപ്പമല്ലെങ്കിലും നാമൊക്കെ പരിശ്രമിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഏറെക്കുറെ അസാധ്യമെന്ന് പറയാം ശത്രുവിനെ സ്നേഹിക്കുക എന്ന്. എന്താണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇത് ദൈവം മനുഷ്യനിൽ കാണുന്ന വലിയ സാധ്യതയാണ്. ദൈവം മനുഷ്യനെ അത്രത്തോളം ശ്രേഷ്ഠമായി കാണുന്നു എന്നർത്ഥം. അതുകൊണ്ട് വചനം സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും അവനുള്ള ദൈവികതയെ ഉണർത്തിക്കൊണ്ട് വരാനുള്ള സാധ്യത മനുഷ്യനുണ്ട്. മൃഗത്തിൽ നിന്നും മനുഷ്യനിലേക്കും മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുമുള്ള നിരന്തരമായ പരിണാമമാണ് നമ്മുടെ ജീവിതം. ഇത് നമുക്ക് മുൻപിൽ കർത്താവ് ചോദിക്കുന്ന ചോദ്യം, നീ ഇന്നും തുടങ്ങിയിടത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നതാണ്. ഉന്നതമായ നിന്റെ സ്ഥാനം മനസ്സിലാക്കാതെ ചെറിയ കാര്യങ്ങളിൽ ദൈവപുത്ര സ്ഥാനം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരാണോ നമ്മൾ? പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണും എന്ന ബാർബേറിയൻ സംസ്കാരത്തിൽ നിന്നും നീ ഒട്ടും വളർന്നിട്ടില്ലേ എന്നതാണ്. ചുറ്റും തിന്മകൾ സംഭവിക്കുമ്പോഴും ശത്രുക്കൾ ഉണ്ടാകുമ്പോഴും അകാരണമായി ഉപദ്രവിക്കപ്പെടുമ്പോഴും അവിടെയെല്ലാം ഉദാത്തമായ ലക്ഷ്യത്തിനു വേണ്ടി നിരുപാധികം ക്ഷമിക്കാനും സ്നേഹിക്കാനും നിനക്ക് സാധിക്കുമോ? അത് അവനവൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞവർക്കേ സാധിക്കും. പൂർവ്വ ജോസഫാണ് ബൈബിളിലെ ഏറ്റവും നല്ല ബിംബം. എന്ത് കഠിന പ്രവർത്തികളാണ് അവനോട് സഹോദരർ ചെയ്തത്. അവന് സ്വപ്നം കാണാൻ കൃപ ലഭിച്ചത് അവൻ്റെ തെറ്റാണോ? കായൻ ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് ജോസഫിൻ്റെ സഹോദരർ അവനോട് ചെയ്തത്. പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടത് ജോസഫിന് ശവക്കുഴി തീർത്തതാണ്. ഈജിപ്തുകാർക്ക് വിറ്റു. പൊന്തിഫറിൻ്റെ ഭാര്യ ചതിച്ചു. ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇവിടെയൊന്നും ജോസഫ് തൻ്റെ മഹത്വം കൈവിട്ടില്ല. കാരണം ദൈവമാണ് അവനെ നയിച്ചത്. എങ്കിലും ജോസഫ് സ്വീകരിക്കേണ്ടി വന്ന ക്രൂരത എത്ര ഭീകരമാണ്. ജോസഫ് എല്ലാം ആദരവോടെ സ്വീകരിച്ചു. തൻ്റെ ജീവിത വഴിയിൽ ദൈവം കരുതി വച്ചിരിക്കുന്നവയെ എന്തിന് തള്ളിക്കളയണം? അതേക്കുറിച്ച് എന്തിന് പരാതിപ്പെടണം? ഇതായിരിക്കാം അവൻ ചിന്തിച്ചത്. ദൈവം അവനെ ഉയർത്തി പൊട്ടക്കിണറ്റിൽ നിന്നും ഈജിപ്തിൻ്റെ നേതാവിലേക്ക്. അങ്ങനെയിരിക്കെ പിതൃദേശത്ത് കൊടിയ ക്ഷാമം വന്നു. ജോസഫിൻ്റെ സഹോദരന്മാരെല്ലാം ഭക്ഷണം കിട്ടാനായി അവൻ്റെ മുൻപിലെത്തി.
പകപോക്കാൻ ഒരാൾക്ക് ഇതിലപ്പുറം ഏത് അവസരമാണുള്ളത്? നാമൊക്കെ പലപ്പോഴും നമുക്ക് പകരം വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പണി ദൈവത്തെ ഏൽപ്പിക്കാറില്ലേ? ദൈവം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം എൻ്റെ മുൻപിൽ എത്തിക്കും, അപ്പോൾ എല്ലാം ശരിയാക്കാം, നേരിൽ കാണാം എന്നൊക്കെ നാമും പറയാറില്ലേ? പകപോക്കാൻ നാം ദൈവത്തെ കൂട്ടുപിടിക്കുമ്പോൾ ക്ഷമിക്കാൻ ജോസഫ് നടത്തുന്ന ശ്രമങ്ങൾ കാണുക. എല്ലാവരെയും മാറ്റി നിർത്തി ജ്യേഷ്ഠന്മാർ മാത്രമുള്ള സമയത്ത് അവരുടെ മുൻപിൽ ജോസഫ് പൊട്ടിക്കരഞ്ഞു. അവൻ വിതുമ്പുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ ജോസഫാണ്, നിങ്ങളുടെ സഹോദരൻ. അവരാകെ സ്തംഭിച്ചുപോയി. സത്യത്തിൽ കരയേണ്ടിയിരുന്നത് അവരല്ലേ ആദ്യം? അവരല്ലേ തെറ്റ് ചെയ്തത്? ജോസഫ് കൂട്ടിച്ചേർത്തു, നിങ്ങൾ എന്നെ ഈജിപ്തുകാർക്ക് വിറ്റതോർത്ത് വിഷമിക്കരുത്. നിങ്ങൾ വിറ്റതല്ല, ദൈവം ഇങ്ങോട്ട് എന്നെ പറഞ്ഞയച്ചതാണ്. ഈ സഹോദരന്മാർ എങ്ങനെ ഇത് കേട്ട് സ്വസ്ഥമായിരിക്കും? അവരെ ഇതിലപ്പുറം നേരിടാൻ ഏതെങ്കിലും ഒരു വഴി നിങ്ങൾ കാണുന്നുണ്ടോ? പിന്നെ തീക്കനലാണ് അവരുടെ ശിരസിൽ. ക്ഷമിക്കാൻ തീരുമാനിക്കുന്നവൻ്റെ മുൻപിൽ അധികം വഴികളില്ല, ക്ഷമിക്കുക എന്നതൊഴികെ. സഹോദരന്മാർ അനുജനോട് ഇത്രയും ക്രൂരമായി പെരുമാറിയല്ലോ എന്നോർത്ത് അനുതപിക്കുമ്പോൾ ജോസഫ് ആകട്ടെ നിഷ്കളങ്ക സ്നേഹത്തോടെ ദൈവം അവരെ തനിക്കായി നൽകിയതിന് നന്ദി പറയുന്നു. വെറുത്തല്ല പകപോക്കേണ്ടത്, സ്നേഹിച്ചാണ്. തല്ലിയല്ല വിഷമം തീർക്കേണ്ടത്, തല്ലുകൊണ്ടാണ്. മുഖം വീർപ്പിച്ച് നടന്നല്ല എതിരാളികളെ നേരിടേണ്ടത്, പ്രസന്നമായി പുഞ്ചിരിച്ചാണ്. ശത്രുവിൻ്റെ മുൻപിൽ വിരുന്നൊരുക്കുന്ന ദൈവത്തെ നിങ്ങളവിടെ കാണും. ജോസഫിനെ പറ്റി ഉൽപ്പത്തി പറയുന്നത് കാണുക. നീരുറവയ്ക്ക് അരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. ആദിമ ക്രിസ്ത്യാനികളെക്കുറിച്ച് ഒരു സംസാരമുണ്ടായിരുന്നു. പെരുകാതിരിക്കാൻ ഇവരെ തല്ലണം, ഇല്ലായ്മ ചെയ്യണം. പക്ഷേ തല്ലിയാൽ ഇവർ പൊറുക്കും, പൊറുത്താൽ ഇവർ പെരുകും. ശത്രുവിൻ്റെ നേരെ പകപോക്കാൻ അന്നുപയോഗിച്ച ആയുധമാണ് ഏതൊരു വിശ്വാസിക്കുമുള്ളത്. ക്രിസ്തുവിനെ കൊന്നാൽ സമാധാനം കിട്ടുമെന്ന് അവർ കരുതി. സംഭവിച്ചത് ശത്രുവിൻ്റെ എല്ലാ സമാധാനവും അപ്പാടെ പോയി. കാരണം അവൻ കുരിശിൽ കിടന്ന് ക്ഷമിക്കാനായി പ്രാർത്ഥിച്ചു. അന്ന് 3 മണിക്ക് പാറ പിളർന്നത് ഒരടയാളം മാത്രമാണ്. ഹെറോദേസിൻ്റെയും കയ്യപ്പാസിൻ്റെയും പീലാത്തോസിൻ്റെയും പടയാളികളുടെയും ശിഷ്യരുടെയും എല്ലാം നെഞ്ചു പിളർന്നു എന്നാണ് ശരിക്കും എഴുതേണ്ടിയിരുന്നത്. അനർഹമായ ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾ ക്ഷമിച്ചാൽ അടിച്ചവൻ തകരും. ആദ്യമായി കൊല ചെയ്യപ്പെട്ട ക്രിസ്ത്യാനി സ്തെഫാനോസ്. അവസാനത്തെ അടിയേറ്റ് ജീവൻ വെടിയുമ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കുറ്റവാളികളെ തനിക്കറിയില്ല എന്ന് ഗ്രഹാം സ്റ്റെയിനിൻ്റെ ഭാര്യ വിളിച്ചു പറയുമ്പോൾ സത്യത്തിൽ ആരാണ് വിമോചിതയാകുന്നത്? ആ സ്ത്രീ തന്നെ. കുറ്റം ചെയ്തവർ സൃഷ്ടകാലം ആ സ്ത്രീ ഉയർത്തിയ ക്ഷമയുടെ വാക്കിലുരുകിക്കൊണ്ടിരിക്കും. ദ ലീസ്റ്റ് ഓഫ് ദീസ് എന്ന ചിത്രത്തിൽ ഈ തീക്കനലെക്കുറിച്ചാണ് വിവരണം. നിങ്ങളുടെ ജീവിതം തകർത്തവരോട് ക്ഷമിക്കാനാവുമോ? നിങ്ങളെ കാര്യമായി ഉപയോഗിച്ചവരെ സ്നേഹം കൊണ്ട് അലങ്കരിക്കാനാവുമോ? നിങ്ങളുടെ അഭിമാനമായ ചില ചുവടുകളെ തകർത്തു കളഞ്ഞ അധികാരികളെ സ്നേഹത്തോടെ സ്മരിക്കാൻ ശ്രമിക്കാമോ? അത് നിങ്ങളെ ശ്രേഷ്ഠരാക്കും എന്നതിൽ സംശയമില്ല. നാം ആരും നമ്മുടേതല്ല. നാം വളരെ കാര്യമായി നമ്മുടേതെന്ന് മാത്രം കരുതുന്നത് കൊണ്ടാണ് വിട്ടുകളയാൻ നമുക്ക് കഴിയാത്തത്. അവിടെ നമ്മൾ ഈഗോയിൽ കെട്ടപ്പെടും. ആത്യന്തികമായി നാം അവിടുത്തെയാണ്, ദൈവത്തിൻ്റേത്. എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുമ്പോഴും അവൻ അല്ലെങ്കിൽ അവൾ ആദ്യം പറയട്ടെ, അവൾ ആദ്യം ക്ഷമിക്കട്ടെ എന്ന വാശി നാം നമ്മുടെ ഈഗോയിൽ കെട്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ മദർ തെരേസ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ക്ഷമ പറയുമ്പോൾ നിങ്ങൾ തെറ്റുകാരനും അപരൻ ശരിയും എന്നർത്ഥമില്ല. നിങ്ങൾ സ്നേഹബന്ധത്തെ നിങ്ങളുടെ ഈഗോയേക്കാൾ മാനിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് അവൻ ദൈവത്തോടുള്ള സമാനത നിലനിർത്താതെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കിയത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. 1 യോഹന്നാൻ 3:1. ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതുപോലും വെറുതെ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, അവന് മനുഷ്യരോടുള്ള അളവില്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്.
മകനെ ആക്രമിക്കുന്ന കടന്നൽ കൂട്ടം. ഇത് കണ്ട പിതാവ് മകൻ്റെ ശരീരത്തിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീണു. മകനെ പൊതിയുന്നു, വാരിപ്പുണരുന്നു. അപ്പൻ്റെ ശരീരത്തിലാണ് പിന്നീട് കടന്നൽ ആക്രമിച്ചത്. കൂട്ടുകാർ ചോദിച്ചു, അടുത്ത് പണിക്കാരുണ്ടായിരുന്നില്ലേ? അവരെ വിട്ടാൽ മതിയായിരുന്നില്ലേ? അപ്പൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ മകനോട് എനിക്കുള്ള സ്നേഹം അവന് മനസ്സിലാക്കാൻ കഴിയുമോ? വളരെ കുറച്ചു മാത്രം എഴുതുകയും എന്നാൽ വേദപാരംഗത എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നു, സ്നേഹമാണെൻ്റെ ദൈവവിളി. ദൈവം സ്നേഹമാണ്. നാമും സ്നേഹമായി തീരേണ്ടവരാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം.